മൊത്തത്തിൽ ഇതിൽ പാട്ടുമാമ ഇപ്പോഴാണ് മീൻ കൊണ്ടുവരണേ. ഹലോ, നമുക്കിന്ന് ഓട്സിൻ്റെ ബാഗ് നോക്കിയാലോ? അപ്പോൾ എൻ്റെ ബാഗിൽ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബാഗ് അടിച്ചിടാം. ഇതാണ് എൻ്റെ ബാഗ്. ഞാൻ ഇവിടെ സ്കൈ ലുക്ക് കബിനാണെന്ന് തോന്നുന്നു. അതാണ് പക്ഷേ നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 7-8 വർഷമായി ഈ ബാഗിന് കൂടെ കൂടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫുള്ളായിട്ട് ഈ ബാഗിൽ 4 സിപ്സാണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, എന്നാലും സൈസുള്ള സിപ്പ്, പിന്നെ അല്ലാതെ ഒരു അത്യാവശ്യം 3 സിപ്പ്. അതിൽ ഫ്രണ്ടിലത്തെ സിപ്പിലൊക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് സീൽ, ഞങ്ങളുടെ വക്കീലന്മാരുടെ സീൽ. അതിൽ നമ്മുടെ പേര്, നമ്മുടെ റോൾ നമ്പർ, നമ്മുടെ നെടുമങ്ങാടാണോ അഞ്ചൂരാണോ എന്നുള്ള മൊബൈൽ നമ്പർ ഇത്രയും വരുന്ന സീലാണ്. ഇവിടെ ഉണ്ട് അറ്റസ്റ്റ് ചെയ്യാനൊക്കെ. പിന്നെ ആ ഡ്രോയ്ക്കകത്ത് വരുന്നത് പൈസ 100, 110, 120 തന്നെ കൂടുതലും അക്കൗണ്ടിലായിരിക്കും. ബിഗ് നോട്ട് 500. പിന്നെ ATM കാർഡ്, മസ്റ്റ് ATM കാർഡ്. പിന്നെ അതിനകത്ത് നമ്മൾ എത്ര റിച്ച് ആയാലും ചില്ലറെ മറക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് മാത്രമേ കൊടുക്കണം. അപ്പോൾ ഈ ഐറ്റംസ് മാത്രമേ ഫ്രണ്ടിലത്തെ ഒരു അറക്കകത്ത് നമ്മൾ. സെക്കൻഡ് സിപ്പിൽ ഇതിൻ്റെ കോളർ ഉണ്ട്. നിങ്ങളുടെ വയ്ക്കൽ മരിക്ക് ഇതിങ്ങനെ ഇരുന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സാധനം കഴുകാൻ കൊണ്ടുവന്നാണ് മറന്നു കണ്ടതുണ്ടായി. കഴുകിയാൽ 1-2 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കണ്ടിന്യൂസ് നമ്മൾ ഇവിടുത്തേക്കുന്നത് കഴുത്തിൽ നമ്മുടെ സ്വെറ്റ് ഇറങ്ങിയിട്ട് ഇത് കളറൊക്കെ പോയി അവസ്ഥാന്തരമാവും. പിന്നെ കുറച്ച് പേപ്പേഴ്സ്. ഇതിൻ്റെ അടുത്തത് ഇത് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ച ഡെർമറ്റോളജിസ്റ്റിന് ENT കാണിച്ച ബിൽ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ട് അതുവഴിയാണ് ജോലിക്ക് പോയത്. അപ്പോൾ ആ ബില്ല്. പിന്നെ ഇത് നമ്മുടെ ഗീവവേയുടെ പിള്ളേർക്ക് കഴിച്ചതിൻ്റെ റെസീറ്റ്, ഗിഫ്റ്റ് റെസീറ്റ്. പിന്നെ പിന്നെ എല്ലാവരെയും കാണുമല്ലോ, നിങ്ങളുടെ കയ്യിലും കാണും, എൻ്റെ കയ്യിലും കാണും. ഒരു അത്യാവശ്യം ഉച്ചയ്ക്ക് കോടതി കയറണമൊക്കെ. പിന്നെ സ്പ്രേ. ഇത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വക്കീലന്മാർ ഏറ്റവും പുറത്തുകൂടി ഇടുന്ന ഒരു ഗൗണുണ്ട്. അത് മസ്റ്റ് ഒരു ദിവസമൊക്കെ നമുക്ക് കഴിവാം. കാരണം വെച്ചാൽ ഉണങ്ങില്ല. അപ്പം സെക്കൻഡ് സാറ്റർഡേ ഒരു ദിവസം കഴുകിയിട്ടാൽ 2 ദിവസം കൊണ്ട് ഉണങ്ങി. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ്. മസ്റ്റ് ഒരു ദിവസം കഴിയും. അപ്പം അതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മാസ്ക് എനിക്ക് എപ്പോഴാണ് ഡിസ്റ്റൻസ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വരുന്ന സമയത്ത് പിന്നെ കണ്ടിന്യൂസ് തുമ്മലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇതിന് വേണ്ടിയിട്ട് വെച്ചിട്ടില്ല. ദെൻ പിന്നെ 3 പേന സംഭവം. ഈ 3 പേന സംബന്ധിച്ച് ഓഫീസിൽ കൊണ്ട് വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും പോകും. അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് 3 പേന ബാഗിനകത്ത് ഇപ്പോഴും ആവശ്യമുള്ള പേന. ദെൻ ഇതും ലാബ് റിപ്പോർട്ട് ഗമ്മ്. ഒരു പക്ഷേ നമ്മൾ സ്റ്റാമ്പ് പൊട്ടിക്കാൻ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ആവശ്യം ഇതാണ്. പിന്നെന്താ പിന്നെ 3-4 സ്ലൈഡ്. ഈ കിടക്കുന്ന സാധനങ്ങൾ ഉച്ചയാകുമ്പോൾ ഇവിടെ നിന്ന് പറന്നു വരും. അപ്പോൾ അതിനെ പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലൈഡ്. ദെൻ കണ്ടില്ല, ഡിസ്കൗണ്ട് ഇല്ല. എന്താ അത് സൂപ്പർ മാർക്കറ്റിൽ സാധനം ഇതൊക്കെ തീരുമാനത്തിൻ്റെ. എന്നിട്ട് ഇതൊക്കെ ആരൊക്കെയോ കേസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി തുണ്ടുവൊക്കെ എഴുതിക്കൊണ്ട് തരണതാണ്. ഒരു ഡിഗ്രി ഹോൾഡർ കിടക്കണം. ആരതാണ് ഇത് മതി തന്നെ. കേസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതി വയ്ക്കും. കെട്ട് കൊണ്ടുപോയാലും ജസ്റ്റ് ഒരു പേപ്പറിലും കൂടി എഴുതി വയ്ക്കും. പറയാൻ പറ്റില്ലല്ലോ, കേസ് അവിടെ വിളിക്കുകയും ചെയ്യും, ഇവിടെ സംസാരമായി. അപ്പം അതിൻ്റെ ഒരു പ്രിക്കോഷൻസ് വേണ്ടി നമ്മൾ ഒരു പച്ച പേപ്പറിൽ വെള്ള പേപ്പറിൽ ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കും. എന്നിട്ട് നമ്മൾ ഡേറ്റിൻ്റെ ഓർഡറിന് വയ്ക്കും. അപ്പോൾ വിളിച്ച് തീരുന്ന പേപ്പർ ഇങ്ങനെ ചുരുട്ടുക പോസ്റ്റ് അങ്ങനെ എന്തോ. പിന്നെ ഇതിനകത്ത് എല്ലാ ചിലർ കടി പേപ്പർ വരും. അപ്പം ദെൻ മൂന്നാമത്തെ ഇതിനകത്ത് വാട്ടർ ബോട്ടിൽ. അവിടെ നമ്മുടെ ഫുഡ് വരും. അപ്പോൾ ഫുഡ് എടുത്തില്ല, അകത്തിരിക്കണുള്ളൂ. ഇത് ഇന്നലെ ഞാൻ ഫുഡ് കൊണ്ടുപോയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വെള്ളം മാത്രമേ കൊണ്ടുവരും. അപ്പം ആ വെള്ളത്തിൻ്റെ കുപ്പിയാണ്. ഇനി രാവിലെ ഇത് നിറച്ചിട്ട് വേണം പോകാൻ. സ്വാഭാവികം നമ്മൾ രാവിലെ ആയിരിക്കുമല്ലോ ഇത് തപ്പുന്നത്. അപ്പോൾ ആ കുപ്പി മാത്രം എപ്പോഴും ഇവിടെ കിടക്കണം. ഇനി അടുത്ത് ഏറ്റവും ലാസ്റ്റത്തത് അതിനകത്ത് ഇതിനകത്ത് കുറച്ച് ഡോക്യുമെൻറ്റ്സാണ്. നമുക്ക് കോടതിയിൽ എന്തെങ്കിലും കോപ്പി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പി ആപ്ലിക്കേഷൻ ഇട്ട് ഇതിങ്ങനെ അവർ തരും. സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് സ്റ്റാമ്പൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് അവർ തരും. ആ കോപ്പി ആപ്ലിക്കേഷനാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഡെയിലി ആയിട്ട് കൊണ്ടുപോകേണ്ട സംബന്ധിച്ച് നമുക്ക് മുനിസിപ്പൽ കോടതി നമ്മൾ കമ്മീഷൻ വിടും. അപ്പോൾ അങ്ങനെ എന്നെ ഇപ്പോൾ കമ്മീഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് അടുത്ത ആഴ്ച വെക്കണം. അപ്പം ആ കമ്മീഷൻ്റെ കെട്ടാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നതാണ്. ആ റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓഫീസിൽ പിന്നെ കേസ് വിസ്തരിക്കുമ്പോൾ മതിയല്ലോ. ദെൻ അപ്പോൾ ഏതോ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കർച്ചീഫ്, ഇതൊക്കെ ഇതിനകത്ത് ഇറക്കിയത്. തീർന്നു. ഇത്ര ഐറ്റംസ് എൻ്റെ ബാഗിനകത്തുള്ളൂ. മനസ്സിലായില്ല. ഞാൻ എന്ത് സിമ്പിളാണ്. വേറെ ഒരു മേക്കപ്പ് ഐറ്റംസ് ഇല്ലല്ലോ. ലിപ്സ്റ്റിക് ഇല്ല, ലിപ് ബാം ഇല്ല, അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകാറില്ല. സംഭവം സമയം കിട്ടില്ല. കൊണ്ടുപോയാൽ ഇതൊക്കെ സമയം വേണ്ടി സമയം കിട്ടില്ല. അതാണ് മെയിൻ സംഭവം. എന്ത് പറഞ്ഞാലും ഞാൻ ചോറും വെള്ളം മറക്കാറില്ല. അത് ഞാൻ കൊണ്ടുപോയിരിക്കും. ഇനി എന്ത് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞു. ഓക്കെ, ബൈ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കമൻറ്റും കൂടി. ഓക്കെ, പറ്റുമെങ്കിൽ ഷെയറും കൂടി.